ഡോക്ടർ മേരി ജോർജ്, ഇവിടെ കിഫ്ബി വഴി പണം സ്വരൂപിക്കാൻ, അതല്ലെങ്കിൽ കിഫ്ബി റോഡുകൾക്ക് യൂസേഴ്സ് ഫീ എന്ന പേരിൽ ചുങ്കം ചുമത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുമ്പോൾ അതിന് സർക്കാർ ഒരു ന്യായം, ഒരു കാരണം, ഒരു റീസൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കിഫ്ബിയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത് വായ്പയെടുത്താണല്ലോ. ഈ വായ്പ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിന് കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് ആ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പണം സ്വന്തം നിലയിൽ ഉണ്ടാക്കണം. പുതിയ വഴികൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് കണ്ടെത്തിയ ഒരു ഉപാധിയും മാർഗവുമാണ് 50 കോടിയിൽ പരം ചെലവ് വരുന്ന കിഫ്ബി റോഡുകൾക്ക്, കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുക, യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുക എന്നത്. ഇത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ന്യായമായ ഒരു വിശദീകരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത് കേന്ദ്ര സർക്കാരല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പ്രതിസ്ഥാനത്താണ് എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാം ഷെഡ്യൂളിൽ സ്റ്റേറ്റ് അനുച്ഛേദം 56 അനുസരിച്ച് ഏത് സംസ്ഥാനത്തിനും ടോൾ പിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ചില ഉപാധികളുടെ പേരിലായിരിക്കണം. ഒന്ന്, സംസ്ഥാന ഹൈവേ പോലെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണത്തിന് വരുന്ന ചെലവ്. ആ ചെലവ് ഓവർകം ചെയ്യാൻ, ആ ചെലവ് തിരിച്ചു പിടിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ടോൾ പിരിക്കാം. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, അത് ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത്. അതുമാത്രവുമല്ല, വലിയ നോംസ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, കൃത്യമായ നോംസ് വെച്ചായിരിക്കണം. അതായത് ഇപ്പോൾ നേരത്തെ തന്നെ മിസ്റ്റർ ഗോപികൃഷ്ണൻ പറഞ്ഞല്ലോ, 100 കോടിയിലധികം ചെലവ് വന്ന പദ്ധതികളുടെ, ഹൈവേകളുടെ, ദേശീയ ഹൈവേകളുടെ പേരിലാണ് കേന്ദ്രം ടോൾ പിരിക്കുന്നത് എന്ന്. അതുപോലെ ചില നോംസ് ഉണ്ട്. ആ നോംസ് എന്തൊക്കെയാണ് എന്ന് നോക്കി കൃത്യമായിട്ട് ആ നോംസ് പാലിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും ടോൾ പിരിക്കാം. അങ്ങനെയാണ് ഈ 7th ഷെഡ്യൂൾ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 7th ഷെഡ്യൂളിലെ ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ടോൾ പിരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ടോൾ പിരിവ് തുടങ്ങിയാൽ നമ്മൾ ഓർക്കണം, ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ പിഴിയുന്നു. അതായത് കോവിഡ് കാലത്ത് 0.5% ഇലക്ട്രിസിറ്റി റീഫോംസിന് വേണ്ടി കടമെടുക്കാൻ അനുവദിച്ചു. ആ കടമെടുത്തത് ഇതുവരെ പൂർത്തിയാക്കി ആ റീഫോംസ്, അതായത് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക എന്ന കാര്യം ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തതാണ്. അതുപോലെ KSRTCയുടെ കാര്യം എടുക്കുക. KSRTC സംസ്ഥാനം റൺ ചെയ്യുന്നു എന്നാണല്ലോ വെപ്പ്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറയുന്നു. പക്ഷേ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിലെ അവരുടെയൊക്കെ ആ സംസ്ഥാന ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ചാർജ് 1 കിലോമീറ്ററിന് എത്ര രൂപ എടുക്കുന്നു, ഇവിടെ എത്ര രൂപ എടുക്കുന്നു എന്നോർക്കുക. അതുപോലെ കേരളത്തിൽ ഏത് സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നാലും ആ ഗവൺമെൻറ്, അതായത് പ്രത്യേകിച്ചും LDF ഗവൺമെൻറ്, ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് വിചാരിച്ച്, അതായത് ഈ ടോൾ പിരിക്കുന്ന, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതായത് ടോൾ പിരിക്കുന്ന ഫണ്ടും ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമോ, അതോ അതും വകമാറ്റി ചെലവഴിക്കുമോ, അതും PR വർക്കിന് വേണ്ടി ചെലവഴിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ ആ പണം ഇതിനു വേണ്ടി തന്നെ ചെലവഴിക്കുമോ എന്ന ചോദ്യം താങ്കൾ നേരത്തെ ഉന്നയിച്ചു. ഞാനത് ഹാർദമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ, അതായത് ഇവിടെ ഏത് വരുമാന സമാഹരണം, ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു വരും, അതുപോലെ നീതി ആയോഗവും പറയുന്നു വരുമാന സമാഹരണം. ഈ സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി തന്നെ ഈ കടമെടുക്കുന്ന തുകയുടെ നല്ലൊരു ഭാഗം അത് ഈ സർക്കാർ ശമ്പളവും പെൻഷനും നൽകാനും നിത്യനിദാന ചെലവിനും വേണ്ടി എടുക്കുന്നു. കടമെടുക്കുന്ന തുക വികസന പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നതാണ്. മാഡവും ഈ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും അതെ ഗോപികൃഷ്ണൻ. അതെ, ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരള സമ്പദ്ഘടന നിഴലും വെളിച്ചവും. പ്രകാശൻ മാസ്റ്റർക്ക് അതെടുത്തൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ യുക്തിസഹമായി സ്റ്റാറ്റിസ്റ്റിക്സോട് കൂടി തന്നെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്
87% വരെ കടമെടുക്കുന്നതിൻ്റെ 87% വരെ റവന്യൂ ചെലവിന് വേണ്ടി ഒഴുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്ന് എല്ലാവരും ചർച്ച ചെയ്തത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വെറും 13% മാത്രം കടമെടുത്തതിൻ്റെ മൂലധന ചെലവിന് എടുത്തു, ബാക്കി മുഴുവനും റവന്യൂ ചെലവിന് മാറ്റിയെന്നാണ് CAG പറഞ്ഞിരിക്കുന്നത്. CAG കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. രണ്ട് കൂട്ടരുടെയും കണക്കുകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ പറയുകയാണ് CAG ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരും മുഷ്ക് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് സത്യം. ഇപ്പോൾ ഈ ടോൾ പിരിക്കുമെന്ന് പറഞ്ഞത് കിഫ്ബി വഴിയെടുത്ത കടം, അതായത് കിഫ്ബിയുടെ ഒരുപാട് ചർച്ച കഴിഞ്ഞെങ്കിലും ഞാൻ പറയുകയാണ്, കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പിന്നെ CAG പറഞ്ഞു ഇത് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം അല്ല കടമെടുക്കലിൻ്റെ. 2, ഇത് ഫ്യൂച്ചർ ജനറേഷൻ ഒരു ഭാരമാകും. പക്ഷേ മേരി മാഡം, എന്റെ ഒരു ന്യായമായ സംശയം, ഇപ്പോൾ ബജറ്റിൽ ഉൾപ്പെടുത്താതെ മറ്റ് സ്ഥാപനങ്ങൾ വഴി കടമെടുക്കുന്നു എന്നുള്ളത് വലിയൊരു അപരാധമായി കേരളത്തിന്റെ സർക്കാരിന് മേൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സവിശേഷത അല്ലല്ലോ മേരി മാഡം. കാരണം ലോകത്തിലെ പല സർക്കാരുകളും ഇതേ രീതിയിൽ തന്നെ ബജറ്റിന് പുറത്ത് എടുക്കുന്നു. ഇപ്പോൾ രാജ്യാന്തര നാണയനിധിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തന്നെ $1,00,000 കോടി ലോകവ്യാപകമായി ഈ തരത്തിൽ വായ്പകൾ എടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള വികസന പരിപാടികളിലേക്ക് അവർ ആ പണം പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനെ മാത്രം എങ്ങനെ നമ്മൾ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തും? ഇത് ആകമാനം നടക്കുന്ന ഒരു സംഭവമല്ലേ? അതായത് ഗോപികൃഷ്ണൻ, ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. നേരത്തെ മിസ്റ്റർ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞല്ലോ, അതായത് കേന്ദ്രത്തിന് ഒരുപാട് കൂടുതൽ കടമുണ്ട്. അതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇപ്പോൾ 4.4 ആണ് കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതിനേക്കാൾ താഴ്ന്നു നിൽക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അദ്ദേഹം പറഞ്ഞ ഒരു ക്ലെയിമാണത്. പക്ഷേ ഓർക്കുക, കേന്ദ്രം എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും കടഭാരം ഒന്നിച്ചു പേറേണ്ട, ആര് കടക്കണിയിലേക്ക് പോയാലും അവരെ ബെയിൽ ഔട്ട് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേന്ദ്ര ഗവൺമെൻറ്. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് രാജാ ചെല്ലയ്യ, അദ്ദേഹം ദിവംഗതനായി, പക്ഷെ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, അതെടുത്ത് വായിക്കണം. അപ്പം മനസ്സിലാകും 90-91 എങ്ങനെയാണ് ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്. അതുപോലെ 97-98 ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് വീണ്ടും സംസ്ഥാനങ്ങളൊക്കെ കടക്കണിയിലേക്ക് പോകുമെന്ന ഭയം വന്നപ്പോഴാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ട് പറയുന്നതാണ് കടമെടുക്കുന്നത്, വർഷത്തിൽ കടമെടുക്കുന്നത് 3% GSDP-യുടെ, അതുപോലെ സഞ്ചിത കടം 29%. ആ പ്രകാശൻ മാസ്റ്ററുടെ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ആ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെൻറ്റിൽ ഒരു ടേബിളുണ്ട്, ടേബിൾ നമ്പർ 7. ആ ടേബിൾ നമ്പർ 7 ഒന്ന് നോക്കണം മാസ്റ്റർ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 29% നിജപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് അഥവാ സഞ്ചിത കടം 34.5%. തെക്കേ ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ ഈ 29% മുകളിൽ പോയ സംസ്ഥാനം. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു ദുർഗതി വരുന്നത്? അത് കേന്ദ്രം പ്രത്യേകം കേരളത്തിനെ ചവിട്ടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അത് മാത്രവുമല്ല, ഇഷ്ടം പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മോശമായിട്ടാണ് കേരളത്തിന്റെ പെർഫോമൻസ്. പെർ ക്യാപിറ്റ ഇൻകത്തിലും ഒക്കെ ഞങ്ങളങ്ങ് വലിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെർ ക്യാപിറ്റ ഇൻകത്തിൽ 5ാം സ്ഥാനമാണ് കേരളം. അതേ സമയത്ത് ഗോപികൃഷ്ണനും പ്രകാശൻ മാസ്റ്ററും പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സമ്മതിക്കുകയാണ്. ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞല്ലോ 45% പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ പേരിലാണെന്ന്. അതായത് അതേ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും പോവർട്ടി ഉള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. എന്തുകൊണ്ടാണ് ബീഹാർ ഏറ്റവും പോവർട്ടി സംസ്ഥാനമായത്? കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? എല്ലാ കാലഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ അവിടെ നിന്ന് റേസ് ചെയ്തതുമായ റവന്യൂ ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ തെറ്റായ രീതിയിൽ നഷ്ടപ്പെടുത്തി അവരിപ്പോഴും പോവർട്ടിയിൽ കിടക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെയോ മറ്റു മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളുടെയോ കുഴപ്പമല്ല. അതുകൊണ്ട്
ഫിനാൻസ് കമ്മീഷന്റെ നോംസിൽ ഇങ്ങനെ ഒരു അതായത് കേരളം പോലെ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കുറവായി പോകുന്ന, അതായത് 45% പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും മോശമായിട്ടുള്ള സംസ്ഥാനത്തിന് 100 വെയിറ്റേജിൽ 45 വെയിറ്റേജ് ഒറ്റയടിക്ക് കൊടുക്കുക, അത് തീർച്ചയായിട്ടും അധാർമികമാണ്. അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. ശരി മേരി ജോർജ് മാഡം, ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പുലർത്തുന്ന സമീപനം സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടി പുനരാലോചനകൾ ആവശ്യമാണ് എന്ന് പറയാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം നിരവധി കാര്യങ്ങളിൽ കേരളത്തിന്റെ പദ്ധതി വിഹിതം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, കേരളം എത്രത്തോളം വികസന പരിപാടികൾക്ക് വേണ്ടി കടമെടുത്ത പണം വിനിയോഗിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ കേരളത്തിനോടുള്ള സമീപനത്തിൽ എന്ത് മാറ്റം വേണം എന്നതുകൂടി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.